ബിഗ് ബോസ് മലയാളത്തിലൂടെ സുപരിചിതരായ രണ്ട് വ്യക്തികളാണ് ആദിലയും ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം ഇവർക്ക് വലിയ ജനപിന്തുണയായിരുന്നു. ദിവസമായിരുന്നു നൂറയുടെ ബർത്ത്ഡേ വലിയ ആഘോഷമായിട്ട് നടത്തിയിരുന്നത്. അതിന് പിന്നാലെയാണ് വൻ ട്രാജഡി പോലെ ഇതുപോലൊരു സംഭവം ഉണ്ടായത്. ഫൈസൽ മലബാർ ഗോൾഡിന്റെ വീടിന്റെ ഇനാഗുറേഷൻ പരിപാടിയിലേക്ക് ഇവർ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു. അത് ഇവർ ലൈവിൽ പറഞ്ഞതുമായിരുന്നു. ഇൻവൈറ്റ് ചെയ്തിരുന്നു, വളരെ ബഹുമാനത്തോടെ ഫൈസലിക്കയുടെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്തിരുന്നു, അവിടെ പോയിരുന്നു എന്നും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഫൈസൽ മലബാർ ഗോൾഡ് ഇട്ട ഒരു പോസ്റ്റാണ് വലിയ വിവാദത്തിലേക്ക് നയിച്ചത്. ഇതിൽ പറയുന്നത്, എന്റെ ഗൃഹപ്രവേശനത്തിന് സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രമുഖർ പങ്കെടുത്തു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവരുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാൻ സന്തോഷവാനാണെന്നും, പക്ഷേ രണ്ട് പെൺകുട്ടികൾ വന്നത് എന്റെ അറിവോടെ അല്ല, പൊതുസമൂഹത്തിന് ഒന്നും തന്നെ നൽകുന്നില്ല, മാതാപിതാക്കളെ ധിക്കരിച്ച് ജീവിക്കുന്ന ഈ സമൂഹത്തിനും പുതുതലമുറയ്ക്കും ഒന്നും തന്നെ നൽകുന്നില്ല എന്നും ഇവർ വന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുമായിരുന്നു പോസ്റ്റ്. പിന്നാലെ ആദ്യം പ്രതികരിച്ചത് മുൻ ബിഗ് ബോസ് താരമായ റസ്മിൻ. ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്നും, വളരെ മോശമായി പോയി, ഇക്കയോടുള്ള ബഹുമാനം എല്ലാം പോയി എന്നൊക്കെയായിരുന്നു റസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശേഷം മറ്റു പ്രമുഖരെല്ലാം ഇത് ഏറ്റെടുക്കുകയും വളരെ മോശമായി പോയി എന്ന് പോസ്റ്റ് ഇടുകയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനെതിരെ ഇവർ രണ്ടുപേരും, ആദിലയും നൂറയും, ഇതുവരെ ഒന്നും തന്നെ പ്രതികരിച്ചു. റസ്മിൻ പറയുന്നുണ്ട്, ഇൻവൈറ്റ് കിട്ടിയതിനു ശേഷം മാത്രമാണ് പോയതെന്ന്. എന്നാൽ ഫൈസൽ മലബാർ പറയുന്നു, തന്റെ അറിവോടെ അല്ല ഈ ഒരു ഇൻവിറ്റേഷൻ നൽകിയതെന്നും.